ഹരേ കൃഷ്ണ. ശ്രീ മഹാഭാഗവതത്തിൽ പ്രഥമ സ്കന്ധമാണ് ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് അപരിഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ എന്നാണ് പാരായണം ചെയ്ത് നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത്. വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൻ പ്രാപ്തി സാധനവുമായി മേധ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കല് കേൾക്ക മാത്രമേ വേണ്ടൂ. ഭക്തി ഉണ്ടാവാൻ പിന്നെ, അതായത് ഈ ഭാഗവതം നമ്മൾ ശ്രവിച്ചാൽ തന്നെ നമുക്ക് ഭക്തി ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ മോക്ഷവും വരുമെന്ന് വേറെ ഞാൻ ചൊല്ലേണമോ? ഭക്തി മാത്രമല്ല, നമ്മൾക്ക് ഇതിൽ നിന്നും മോക്ഷവും കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. സുഖമേ സേവിച്ചിടും പ്രാമാണ്യവശന്താനും നിഗമമെന്ന് മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി വേദമായിടുന്നൊരു കൽപ്പകവൃക്ഷത്തിൻ്റെ മോദമാർന്നഴും ഫലം ആദരപൂർവം ഭക്തിയാ വീണിതു. ശുഭമുഖത്തിങ്ക നിന്നുടൻ ഭുവിയാനന്ദം വരുമാറു പീയൂഷദ്രവത്തോടും അങ്ങനെയുള്ള മഹാഭാഗവതാഖ്യരസം മംഗലം വന്നു പരം തങ്കലെ ലയിപ്പോളോ അവളോ പാനം ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം. എങ്കിലോ ചൊല്ലു സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ സുഖമേ നീ. സംസാരമാകുന്ന അലകടൽ കിടന്ന് മറയുന്ന നമ്മൾക്ക് ഈ ഒരു ഭാഗവതം കൈകാര്യം ചെയ്ത അതിൻ്റെ ഒരുപാട് ദോഷഫലങ്ങൾ അതിൽ നിന്നും നമ്മൾക്ക് കുറയുന്നതാണ്. അങ്ങനെ ശുഭനോട് പറയുകയാണ്, എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ, ഞങ്ങളുടെ വിഷമങ്ങൾ മാറാൻ വൈകാതെ സുഖം ഇവിടെ ചൊല്ലുവാൻ ഭാഗവതം. അതാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗം.